ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പത്തിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അതും നല്ല മട്ടൺ റോസ്റ്റിൻ്റെ കൂടെയും ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അല്ലേ. അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരി നോർമൽ വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചത്, പിന്നെ 1 കപ്പ് തേങ്ങ, 1 മുട്ട. ഇനി ഇതെല്ലാം നമുക്കൊരു മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് നല്ല നേർമയായിട്ടുള്ള മാവാണ് വേണ്ടത്, തരിയൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തൊന്ന് നേർപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ പത്തിലിൻ്റെ മാവ് എന്ന് വെച്ചാൽ നല്ല ലൂസായിട്ടുള്ള മാവാണ്. വെള്ളം പോലെയാണ് വേണ്ടത്. ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, കട്ടി തീരെ പാടില്ല. നമ്മൾ ഏകദേശം ചായക്ക് പാലും വെള്ളവും മിക്സ് ചെയ്ത് വെച്ച പോലെയാണ് ഈ മാവ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലൂസിലുള്ള കൺസിസ്റ്റൻസിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോയുള്ള പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റൂ. ഇനി നമുക്ക് പത്തിൽ ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 തവി മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 1-1.5 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മൾ ഈ പത്തിൽ തയ്യാറാക്കുന്നതിനും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ഫ്ലെയിം കൺട്രോളാണ്. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മാവ് ഒഴിച്ച് ചുറ്റിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് കോരി മാറ്റുന്നത്, അതായത് ഫോൾഡ് ചെയ്ത് മാറ്റുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫോൾഡ് ചെയ്ത് മാറ്റുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരല്പം ഗീ ഒന്ന് തടവി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ പത്തിലും ചുട്ടെടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു പത്തിലാണ്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. വളരെ നേരിയ പത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചുട്ടെടുക്കാം. അതുപോലെ വളരെ ടേസ്റ്റുമാണ് ഇത് തിന്നാൻ. നല്ല സോഫ്റ്റായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ മാതിരിയാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ടിഷ്യൂ പത്തിൽ നിന്നിട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.